വനംവകുപ്പ് അവിടെ ഉണ്ടല്ലോ. വനംവകുപ്പും അവരുടെ എന്താ പറയുക ലോക്കൽ സമിതികളും അവരുടെ വ്യാപാരികളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും എല്ലാം ചേർന്നാണ് അവിടെ ഈ കാനനപാത ഭംഗിയായിട്ട് കൊണ്ടു നടക്കുന്നത്. ആരുടെ ഒറ്റയ്ക്കുള്ളൊരു പ്രവൃത്തിയല്ല. അവിടെ ആ കാട്ടിനകത്ത് പോലീസിൻ്റെ സാന്നിധ്യം തുലവും കുറവാണ്. അപ്പോൾ വനംവകുപ്പിൻ്റെ പൂർണ്ണ സഹകരണത്തോടുകൂടി തന്നെയാണ് നമ്മൾ കാനനപാത നന്നായിട്ട് നടപ്പാക്കുന്നത്. പക്ഷെ അത് ഇന്നത്തെ യോഗത്തിൽ നമ്മൾ കൃത്യമായി പറയുകയുണ്ടായി. കാനനപാത വഴി വരുന്നവർ പൂർണ്ണമായും കാനനപാത വഴി തന്നെ സഞ്ചരിച്ച് വരികയും പമ്പയിൽ ഗണപതിയെ തൊഴുതിട്ട് തന്നെ സന്നിധാനത്തേക്ക് പോവുകയും ചെയ്യണം എന്നുള്ളത് നിഷ്കർഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാനനപാത നിയന്ത്രിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരും പെരിയാർ ടൈഗർ റിസർവ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഇവിടെ ഉണ്ടായിരുന്നു. അവർ 100% വലിയാനവട്ടത്തുനിന്ന് നേരെ പമ്പയിൽ തന്നെ എത്തിയിട്ട് പോകുന്ന രീതി ഉറപ്പിക്കാമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ സമ്മതത്തോടു കൂടി നമ്മൾ മുക്കുടിയിൽ അദ്ദേഹം ഒരു 500 സ്പോട്ട് ബുക്കിംഗ് കൂടെ അവിടെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ആർക്കെങ്കിലും ഇപ്പം കല്യാണാംകുന്ന് കയറാനായിട്ട് ബുദ്ധിമുട്ടുള്ള ചിലർ നേരെ മുക്കുഴിയിൽ ചെന്നിട്ട് കാരണം അവരോടും നമുക്ക് വിരോധമൊന്നുമില്ല. അവർ ഞങ്ങളുടെ അഭ്യർത്ഥന എന്ന് പറഞ്ഞാൽ ആചാരപരമായിട്ട് കാനനപാതയിലൂടെ വരുന്നവർ മുഴുവൻ നടന്നു വരണം. അല്ലെങ്കിൽ നിലയ്ക്കൽ വന്ന് ഭംഗിയായിട്ട് കയറാമല്ലോ. പകുതി വഴി പോകുന്നതിൻ്റെ ഒരു ഫലവും പ്രത്യേകിച്ച് ഇല്ല എന്നാണ് ഞാൻ ബഹുമാനപ്പെട്ട ആചാര്യന്മാരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്. കാനനപാതയുടെ ആചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് എരുമേലിയിൽ നിന്ന് തുടങ്ങി കാള കെട്ടി അത് പരമശിവൻ വന്ന് കാളയെ കെട്ടി നിന്ന് മഹിഷിയെ കൊല്ലുന്നത് അയ്യപ്പൻ കണ്ടുകൊണ്ട് നിന്ന സ്ഥലമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അവിടെ തൊട്ടുള്ള ആചാരപരമായിട്ടുള്ള യാത്രയാണ് കാനനപാതയിലുള്ള യാത്ര. അതിപ്പോൾ ചിലരൊക്കെ അത് ലഘൂകരിച്ച് മുക്കുഴി വന്ന് കയറി 15 കിലോമീറ്റർ നടന്നു പോകുന്നൊരു സംവിധാനമുണ്ട്. അത് ആചാരപരമായി പൂർണ്ണമല്ല എന്ന് തന്ത്രി അദ്ദേഹം തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഭക്തജനങ്ങളെ അറിയിക്കുന്നുണ്ട്. ഇനി എന്തെങ്കിലും കാരണവശാൽ ശാരീരികമായ അസ്വസ്ഥതകളുള്ളവർക്ക് അങ്ങനെ പറ്റുന്നില്ല എന്ന് വരികിൽ അവർക്ക് വേണ്ടിയിട്ട് ഒരു 500 സ്പോട്ട് ബുക്കിംഗ് തരാമെന്ന് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് അനുവദിച്ചിട്ടുണ്ട്. ഇത് രണ്ടാണെങ്കിലും അവരൊരു കാരണവശാലും പമ്പയിലെത്താതെ വേറൊരു വഴിക്കും സന്നിധാനത്തേക്ക് വരാൻ പാടില്ല. അത് ഉറപ്പാക്കാൻ വേണ്ടി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നമ്മളോട് പൂർണ്ണമായി സഹകരിച്ച് വേണ്ട ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ അത് ഓൾറെഡി ക്രമീകൃതമാണ്. അതിനകത്ത് വേറെ വിഷയങ്ങളൊന്നുമില്ല. ഉച്ചയ്ക്ക് 2 മണി കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് ആൾക്കാരെ വിടുന്നില്ല. അത് പമ്പയിൽ വരേണ്ട കാര്യമില്ല. അത് അങ്ങനെ ഒരു ആചാരം വേറെ നേരത്തെ നിലവിലുള്ളതാണ്. അവിടുന്ന് ആൾക്കാർ വരുന്നത് അത് നമുക്ക് വിരോധമില്ല. പാണ്ടിത്താവളം വഴി വരുന്നു, ഉരക്കുഴിയിൽ അവർ സ്നാനമൊക്കെ കഴിച്ചിട്ട് വരുന്നു. അതിന് നമുക്ക് വിരോധമില്ല. പക്ഷെ ഞാൻ പറഞ്ഞതല്ല, ഇങ്ങനെ ഈ കാനനപാത വഴി പോകുന്ന ഒരു വലിയാനവട്ടത്ത് വന്ന് പമ്പാ ഗണപതിയെ ദർശിച്ച ശേഷമാണ് മലയിലേക്ക് കയറുന്നത്. അപ്പോൾ അത് ലഘൂകരിക്കുന്ന ഒരു രീതി ഇപ്പോൾ കാണുന്നുണ്ട്. അത് ശരിക്കും ആചാരപരമല്ല, ആചാര ലംഘനമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് തന്നെ ആൾക്കാർ വരണം എന്നാണ് നമ്മൾ അഭ്യർത്ഥന. പുലിമേട് സ്പോട്ട് ബുക്കിംഗ് ഉണ്ടല്ലോ. അതൊക്കെ ഓൾറെഡി നിലവിലുള്ളതാണ്. അവിടെയുള്ള ആകെയുള്ള പരിമിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് മഴ പെയ്യുന്ന ദിവസം അതിലെ വരുന്ന ആൾക്കാർക്ക് പരിക്ക് പറ്റുന്നുണ്ട്, ഒരു തെന്നി വീഴുന്നുണ്ട്. അപ്പോൾ ആ സമയം കാരണം അത് കുത്തനെയുള്ള ഇറക്കമാണ് പലയിടത്തും. അത് നമ്മൾ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇടുക്കി കളക്ടർ സഹായത്തോടു കൂടി ചിലപ്പോൾ നമ്മൾ 1-2 ദിവസം അത് നിർത്തിവെക്കാറുണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അതിലേ വരരുത്, അവർ തിരിച്ച് നിലയ്ക്കൽ വഴി തന്നെ വരണം. ക്യൂ കോംപ്ലക്സ് നമ്മൾ പരിമിതമായി അവിടെ പരീക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ആൾക്കാരെ കയറ്റാനുള്ള ശ്രമം ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും അത് പാതയിലൂടെ തിരക്കിട്ട് വരുന്ന ആൾക്കാർ അതിന് വിസമ്മതിക്കുന്ന ഒരു പതിവാണല്ലോ. പക്ഷെ നമ്മൾ പരമാവധി ശ്രമിച്ചത് പ്രാവർത്തികമാകാൻ ശ്രമിക്കും. തിരുപ്പതി മോഡലിനൊന്നും പറയാൻ പറ്റില്ല, കാരണം പെരിയാർ ടൈഗർ റിസർവാണ്. അവിടെ അത്തരത്തിലൊരു കൺസ്ട്രക്ഷൻ സാധ്യമല്ല. എന്നിരുന്നാലും നമ്മൾ പരിമിതമായിട്ട് മാസ്റ്റർ പ്ലാൻ അനുസരിച്ചുള്ള കാര്യങ്ങൾ പൂർണ്ണമായും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. ക്യൂവിൽ നിന്ന് വിഷമിക്കുന്നതിന് പകരം ക്യൂവിൽ നിന്നേ വിഷമിക്കുന്നതിനാണ് ഇവിടെ ഇരുന്ന് വിഷമിക്കൂ. നിങ്ങളിവിടെ ഇരുന്ന് വിശ്രമിച്ചിട്ട് പോകും. കാരണം അവരുടെ പേടി എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മുടെ പ്രയോറിറ്റി പോകുമെന്നൊക്കെ. അത് നമ്മൾ കുറച്ചുകൂടെ കമ്മ്യൂണിക്കേഷൻസ് നന്നാക്കിയിട്ടുണ്ടെങ്കിൽ അവരവിടെ ഇരിക്കും. നിങ്ങളിരിക്കും, നിങ്ങളുടെ പ്രയോറിറ്റി പോകില്ല. അത് നമുക്ക് കുറച്ചുകൂടെ കമ്മ്യൂണിക്കേഷൻസ് ആശയവിനിമയം കുറച്ചുകൂടെ നന്നാക്കണം. പക്ഷേ അത് ഉപയോഗപ്പെടുത്തണം. കാരണം ആളുകളുടെ ഒരു ഫറ്റീഗ് മാറ്റം വളരെ അത് ഗുണം ചെയ്യും. മറ്റേത് കുട്ടികളൊക്കെ ആയിട്ട് ഒരുപാട് നേരം നിൽക്കുന്നതിന് പകരം അവരവിടെ ഇരിക്കുന്നു, വിശ്രമിക്കുന്നു, കിടക്കുന്നു, പിന്നെ ടോയ്ലറ്റ് ഉണ്ട്, വെള്ളം കുടിക്കാം. അങ്ങനെയാണ് അത്. നമുക്കത് പതുക്കെ അത് ഉപയോഗക്ഷമമാക്കണം. ഇത് വിഭാവനം ചെയ്തത് അങ്ങനെയാണ്. പക്ഷേ ആ രീതിയിൽ ഇപ്പോൾ പ്രവർത്തനക്ഷമമായിട്ടില്ല. ആക്കേണ്ടത് ആവശ്യമാണ്. നമുക്ക് ക്രമേണ ചെയ്യും.